ഹലോ ഹായ് KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ താജീന മല്ലക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി മീൻ മുളക് വെച്ചതാണ്. നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം റെസിപ്പിയാണ്. കാസർഗോഡ് സ്റ്റൈലിൽ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മളെ കാസർഗോഡ് സ്റ്റൈലിലുള്ള മീനിൻ്റെ മഞ്ഞത്തണ്ണിയാണ്. ഈ ഒരു മീനിൻ്റെ മഞ്ഞത്തണ്ണി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. ഫ്രൈയും വേണ്ട, പച്ചക്കറിയും വേണ്ട, എന്തും വേണ്ട. നല്ല പുളിയും എരിവും ഉപ്പൊക്കെയുള്ള അടിപൊളി കറി. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമുളക്, കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതൊരു 12 എണ്ണം, ഒരു ചെറിയ സവാള, 2 തക്കാളി, കുറച്ച് കറിച്ചപ്പല, ഇത് ഇത്ര ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മീൻ, അത് 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഏത് മീനായാലും പ്രശ്നമില്ല, ഞാൻ ചെറിയ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വറ്റൽമുളക്, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, ഇത് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ മീനിൻ്റെ കറി വെക്കുന്നത് മണ്ണിൻ്റെ ചട്ടിയിലാണ്. അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അടുപ്പൊന്നുമില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയ പിന്നെ ഉലുവ, വറ്റൽമുളക്, വലിയ ജീരകം, അപ്പം മറന്നുകൊണ്ട വലിയ ജീരകം ഇട്ടിനത്, എന്നിട്ട് നല്ല പോലെ മൂപ്പിച്ചിട്ട് എടുക്കണം. മൂത്തിട്ട് വരുമ്പോൾ കുറച്ച് കറിച്ചപ്പിളി, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിച്ചപ്പിളിയും കൂടി ഇട്ട് കൊടുക്കണം. അതും മൂത്ത് വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്തിട്ട് വയറ്റുമ്പോൾ തന്നെ എന്തോ ഒരു മണം, പുര നിറച്ചു മണം തന്നെ. ഇതെല്ലാം ഞാൻ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്ത്, ഈ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് കറി വെച്ചിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇല്ലെങ്കിൽ സവാള തന്നെ ഇട്ടാൽ മതി. അതും നന്നായിട്ട് മൂത്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം മൂത്ത് വന്ന പിന്നെയാണ് നമ്മളിലേക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പരുവം കണ്ടല്ലോ, അത്രയും നല്ല പോലെ വഴന്നിട്ട് വരണം. ഇനി സവാളയും ചേർത്തിട്ട് അതും നല്ല പോലെ വഴറ്റിയിട്ടെടുക്കണം. ഈ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഈ വഴറ്റിയിട്ടെടുക്കുന്ന സാധനം നല്ല പോലെ വഴന്നിട്ട് വരണം. പച്ച ഉണ്ടാവാൻ പാടില്ല. വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ചെറിയൊരു കഷ്ണം കായം ഉണ്ടല്ലോ അത് ഈ എണ്ണക്കിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കായത്തിൻ്റെ മണം കൂടിയാകുമ്പോൾ പിന്നെന്ത് പറയാനില്ല, പൊരൻ്റെ ഉള്ളാകെ നല്ലൊരു മണം. എന്നിട്ട് എന്താക്കി 2 തക്കാളി മുറിച്ച് തൊട്ടിട്ട് കൊടുത്ത് അതും വഴറ്റിയിട്ട് എടുക്കണം. തക്കാളിയും നല്ല സോഫ്റ്റാണ്. പിന്നെ ഉള്ളിലും ചേർക്കുന്നതിനായിട്ട് മുന്നേ 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് നിങ്ങൾക്ക് മറന്നോണ്ട, തീർച്ചയായിട്ടും ചേർത്തിട്ട് കൊടുക്കണം. എല്ലാം നല്ലപോലെ മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. ചങ്ങായിമാരെ 2 സ്പൂണ് ലെവലായിട്ട് ഞാൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്ത്, 1 സ്പൂണ് മല്ലിൻ്റെ പൊടി ഇട്ട് കൊടുത്ത്, ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൻ്റെ പൊടി ഇട്ടിട്ട് ഈ മൂപ്പിച്ചെടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് 5 മിനിറ്റ് ചെറിയ തീയിൽ മൂപ്പിച്ചിട്ടെടുക്കണം. ടൈം നോക്കിയിട്ട് തന്നെ മൂപ്പിച്ചിട്ടെടുക്കണം. ആ മൂത്തിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പുളി ഉണ്ടല്ലോ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കണം. 2 പ്രാവശ്യം നല്ലോണം പിഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളമാക്കിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി 2 പ്രാവശ്യം തന്നെ പിഴിയണം, അല്ലെങ്കിൽ ഇതിലേക്ക് പുളി കറക്റ്റ് കിട്ടില്ല. 2 പ്രാവശ്യം പിഴിഞ്ഞ പിന്നെ ഞാൻ അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുന്നത്. അത് 1 കപ്പാണ് ഉള്ളത്. എന്നിട്ട് നല്ലോണം വഴന്ന മസാല ഉണ്ടല്ലോ, ആ മസാലേൻ്റെ കളർ നോക്കിയാൽ ഈ ഒരു കളറാണ്. പിന്നെ കരിഞ്ഞോണ്ട ഈ സമയം എത്ര സിമ്മിൽ വെക്കാൻ കഴിയുമോ അത്രയും സിമ്മിലാണ് ഞമ്മ മുളകെല്ലാം ഇങ്ങനെ വറുത്തിട്ട് എടുത്തത്. അല്ലാണ്ട് കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ കറിൻ്റെ ടേസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് കാണില്ല. 1 കപ്പ് പുളീൻ്റെ വെള്ളവും 1/2 കപ്പ് സാധാരണ വെള്ളവും, അങ്ങനെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എങ്ങനെ ഉപ്പ് തേയല, എന്നാലും ആദ്യം ഒന്നിച്ചിട്ട് ഇടണ്ട. ഇവിടെ കറിയെല്ലാം നല്ലോണം കലങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കി, അപ്പോൾ ഉപ്പ് കുറവുണ്ട്. വീണ്ടും ലെവലായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത്, അങ്ങനെ 1 ടേബിൾ സ്പൂൺ ലെവൽ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഉപ്പ് കറക്റ്റ് ആണെന്നില്ല. അപ്പം നിങ്ങൾ എന്താക്കണം, ഇടുമ്പോൾ ആദ്യം 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ലോ ടു മീഡിയം തീയിൽ ഈ കറി ഉണ്ടല്ലോ 10 മിനിറ്റ് തിളക്കണം. 10-12 മിനിറ്റെങ്കിലും തിളക്കണം. എന്നിട്ടാകുമ്പോൾ ഉപ്പും പുളിയെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് കട്ടിക്കാവും. ആ സമയത്ത് ഇതിലേക്ക് മീനിട്ട് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പൊടികൾ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ടൈം നോക്കിയിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. പിന്നെ തിളക്കാൻ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചിട്ടെടുത്ത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്.
എന്നിട്ട് മീനിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചതിനെ പിന്നെ മൂടി വെച്ചിട്ട് കറക്റ്റ് 4 മിനിറ്റ്. ഇത് കുഞ്ഞ് ഏക്കൂറ ആയതുകൊണ്ട് 4 മിനിറ്റിൽ തന്നെ ഈ മീൻ നല്ല പോലെ വെന്തിട്ട് കിട്ടും. വീണ്ടും ഒന്ന് ചുറ്റിച്ച പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറിച്ചപ്പലിയും അതേപോലെ മല്ലിച്ചപ്പലെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക. ഞാൻ കുറച്ച് മല്ലിച്ചപ്പലും ഫ്രഷ് ആയിട്ടുള്ള കറിച്ചപ്പലും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ചയായിട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതേപോലെ മൂടിയിട്ട് വെക്കും. 1 മണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് കറി കൂട്ടാൻ ടേസ്റ്റ്. ഇനി രാവിലെ ഉണ്ടാക്കിയ കറി രാത്രി, അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കിയ കറി രാവിലെ എല്ലാം കൂട്ടാനാണ് ഭയങ്കര ടേസ്റ്റ്. ഇതാ ഇപ്പോൾ കറീൻ്റെ കളറെല്ലാം കണ്ടില്ലേ, നല്ല പോലെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് ചുവന്ന കളറായിട്ടുണ്ട്. ഇനി കട്ടി ഇത്ര വേണ്ട, കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം, അല്ല ലൂസ് വേണ്ട കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ്. എന്താ ഒരു പച്ചമുളക് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അല്ലെങ്കിൽ കാന്താരി മുളകില്ല, കാന്താരി മുളക് ചതച്ചതിടാകുമ്പോൾ എല്ലാം കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടും. ഇത് ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. ഞാൻ പറഞ്ഞ ഇതേ അളവിൽ ഉപ്പും പുളിയും അതേപോലെ മുളകെല്ലാം ഇട്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു മീൻ കറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതാദ്യമായിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കണം. ഇതിൽ പ്രധാനപ്പെട്ടത് എന്താ പറഞ്ഞെങ്കിൽ ഈ മസാല വഴറ്റുന്നതും മുളക് ചേർത്ത് പിന്നെ മസാല വഴറ്റുന്നതും പിന്നെ കറി തിളപ്പിച്ചിട്ട് എടുക്കുമല്ലോ, അതെല്ലാം കറക്റ്റ് ടൈമിംഗ് ആണ്. ടൈം കൂടിപ്പോയെങ്കിൽ മീൻ വെന്തിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും, അങ്ങനെയെല്ലാം പ്രശ്നമാവും. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാരും ഇതേ രീതിയിലൊന്ന് മീൻ കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. ഇനി കടുക് വേണമെങ്കിൽ കടുകും താളിക്കുക. അപ്പോൾ ഇത്ര മാത്രം. വീണ്ടും കാണാം. ജസാക്കല്ലാഹ്.